എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വചനത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1, നാം ദൈവത്തിൻ്റെ കൈപ്പണിയത്രേ. 2, നാം ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചില സൽപ്രവൃത്തികൾക്കായിട്ടത്രേ. 3, ആ സൽപ്രവൃത്തികൾ നമുക്കായി മുന്നൊരുക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നത് ചില പ്രത്യേക പദ്ധതികൾ പ്രകാരമാണെന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം കയറി നിൽക്കണമെന്നും അത് ചെയ്തു പൂർത്തിയാക്കണമെന്നും കൃത്യമായി ഈ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ ചില സാഹചര്യങ്ങളിലേക്ക് ആയിരിക്കാം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ എല്ലാ വിശുദ്ധന്മാരും കൃത്യമായി ദൈവത്തിൻ്റെ പാതയെ പിന്തുടർന്നതുകൊണ്ട്, ദൈവം പറഞ്ഞതുപോലെയുള്ള വഴികളിലൂടെ നടന്നതുകൊണ്ട് കൃത്യസമയത്ത് അവരുടെ ഡെസ്റ്റിനേഷനിൽ, അവരുടെ ലക്ഷ്യങ്ങളിൽ ദൈവം അവരെ എത്തിക്കുവാൻ ഇടയായിത്തീർന്നു എന്നത്രേ. ബഹുജാതികൾക്ക് പിതാവായി തീരേണ്ടതായ അബ്രഹാം ദൈവത്തിൻ്റെ പദ്ധതി അതായിരിക്കെ ദീർഘകാലം കുഞ്ഞുങ്ങളില്ലാതെ, തലമുറകളില്ലാതെ ഈ ഭൂമിയിൽ പാർത്തു. എന്നാൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട്, വിശ്വാസത്തെ തള്ളി പറയാതിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് താൻ കയറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അധികാരിയായി ഭരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിളിക്കപ്പെട്ടതായ യോസഫ് അടിമയായി ദീർഘവർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ തക്ക സമയത്ത് ദൈവത്താൽ അവൻ അധികാരമായി തീരുവാൻ ഇടയായിത്തീർന്നു. രക്ഷകനായി മാറേണ്ടിയിരുന്ന മോശ ദീർഘവർഷങ്ങൾ കൊലപാതകി എന്ന ലേബലിൽ അറിയപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ തുടങ്ങി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരെക്കുറിച്ച് ദൈവിക പദ്ധതിയിൽ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിൽ അവർ യാത്ര ചെയ്തിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അവർ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക്, ദൈവം നൽകിയ പദ്ധതികളിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് ഈ ചെറിയ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ദൈവം നിങ്ങളെക്കുറിച്ച് പറഞ്ഞ സ്വപ്നങ്ങളിൽ നിന്നും പ്രവചനങ്ങളിൽ നിന്നും അകലെയാണോ? ഇന്ന് തീരുമാനിക്കുക, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതിനായി ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ഒരുങ്ങുന്നു. അനുസരണമുള്ള വ്യക്തിയായി ഞാൻ മാറുന്നു. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ പാതകളെ പിന്തുടരുമെങ്കിൽ തീർച്ചയായും ഇവരെ പോലെ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയായി തീരുവാൻ ദൈവം നിങ്ങൾക്കും കൃപ നൽകും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.